നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന കോഴ്സസാണ് ഓട്ടോക്യാഡ്, കാറ്റിയ ആൻഡ് സോളിഡ് നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഏറ്റവും മുൻപന്തിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് ഓട്ടോക്യാഡ്, കാറ്റിയ ആൻഡ് സോളിഡ് ഓട്ടോക്യാഡ് എന്ന കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. നമ്മുടെ ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലെ നമ്മുടെ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ കൺസ്ട്രക്ഷണൽ പ്രൊഫഷണൽസ് ആണ് മെയിനായിട്ട് നമ്മുടെ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഒരു 2D അല്ലെങ്കിൽ 3D സ്പേസുകളിൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് പല ഡ്രോയിങ്സും ക്രിയേറ്റ് ചെയ്യാൻ ഓട്ടോക്യാഡ് എന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധിക്കും. അതേപോലെ കാറ്റിയ എന്ന് പറഞ്ഞ അടുത്തൊരു കോഴ്സിലേക്ക് വരുമ്പോൾ കാറ്റിയയും ഇതേപോലെ ഒരു മൾട്ടി പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് മെക്കാനിക്കൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് കാറ്റിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് അസോൾട്ട് കമ്പനീസ് ആണ്. ദെൻ കമ്മിങ് ടു അതർ സ്റ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ എല്ലാ കോമ്പറ്റീഷൻ ഫീൽഡുകളിലെ പോലെയും കമ്പ്യൂട്ടർ ഇൻറ്റഗ്രേറ്റഡ് ക്ലൗഡ് സർവീസ് പ്ലാറ്റ്ഫോംസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് കാറ്റിയ. ഓട്ടോകാഡിനെ പോലെ തന്നെ കാറ്റിയയും 3D സ്പേസുകളിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസും അതേപോലെ പോയിന്റ്സും പ്ലെയിൻസും ക്രിയേറ്റ് ചെയ്യാൻ കാറ്റിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധിക്കും. കമ്മിങ് ടു അതർ കോഴ്സ് എന്ന് പറയുന്നത് സോളിഡ് വർക്ക്സ് ആണ്. സോളിഡ് വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ സോളിഡ് വർക്ക്സ് എന്ന് പറയുമ്പോൾ ഇതിലൂടെ സോളിഡ് വർക്ക്സ് ആയിട്ടുള്ള സോളിഡ് ഡിസൈനിങ് നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്യുകയാണ്. അടുത്തൊരു കോഴ്സാണ് നമ്മുടെ സോളിഡ് വർക്ക്സ് ഇതേപോലെ ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസ്ഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ സോളിഡ് വർക്ക്സ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ സോളിഡ് വർക്ക്സും നമ്മൾ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോം ബേസിക്സിൽ വർക്ക് അസൈൻ ചെയ്തിട്ട് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള സോളിഡ് വർക്ക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ സോളിഡ് വർക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഇപ്പം മെയിനായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റൽ ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിലും വിൻഡോസിലും അതേപോലെ ഇന്റൽ ബേസ്ഡ് ഉള്ള മാക്കിലും നമുക്കിപ്പം സപ്പോർട്ടീവ് ആണ്. പിന്നെ ഈ കോഴ്സുകളുടെ ജോബ് ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോകാഡ് ഡിസൈൻ എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയേഴ്സ്, കാഡ് ഡിസൈനേഴ്സ്, അങ്ങനെ പല ഫീൽഡുകളിലേക്കും നമുക്ക് ഈ ഒരു കോഴ്സിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ സാലറി പാക്കേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആനുവലി ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നോളജ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 lakhs എങ്ങനെയും ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഫ്രഷറിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കമ്മിങ് ടു ഒരു എക്സ്പീരിയൻസ്ഡ് വ്യക്തി, ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു 5 years അല്ലെങ്കിൽ ഒരു 6 years എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10 lakhs to 30 lakhs പെർ അനുവും എങ്ങനെയും ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഇന്നത്തെ ന്യൂ ജനറേഷൻ കോഴ്സുകളാണ്. അപ്പോൾ ന്യൂ ജനറേഷൻ കോഴ്സുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഇന്നത്തെ എല്ലാ കമ്പനികൾക്കും ആവശ്യം. സോ നമ്മുടെ നോളജിനനുസരിച്ച് ആ കമ്പനീസ് നമുക്ക് നമ്മുടെ സാലറി പാക്കേജസ് ഫിക്സ് ചെയ്യും. സോ ഒരു നോർമൽ സാലറി വേജസ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളൊരു 13 lakhs എങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ആനുവലി കിട്ടും. പിന്നെ നമുക്ക് ഇത് സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓട്ടോയുടെ സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഈ 3 കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഏറ്റവും അനിവാര്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോഴ്സിലേക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ബിടെക് സ്റ്റുഡൻസ് ആണ്. അതുപോലെ മെക്കാനിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക സിവിൽസ് അല്ലെങ്കിൽ ഓട്ടോ എഞ്ചിനീയേഴ്സ് അങ്ങനത്തെ ഫീൽഡുകളിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഇതിലുള്ളത്. അതുപോലെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ഇതേപോലെ ആർക്കിടെക്ടിൻ്റെ ഡിപ്ലോമ കോഴ്സുണ്ട്, മെക്കാനിക്കലിൻ്റെ ഡിപ്ലോമ കോഴ്സുണ്ട്. അതൊക്കെ പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മുടെ റെസ്യൂമിൽ ഈ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് തന്നെയാണ് മാറുന്നത്. സോ ഈ ഒരു കോഴ്സിലേക്ക് എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.